ഇന്ന് നമുക്ക് കോട്ട, നോയൽ കോട്ട അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള മെറ്റീരിയൽസിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത്. ചുരിദാർ മെറ്റീരിയൽസ് ആണ്. അപ്പോൾ ഡിഫറെൻറ്റ് റേറ്റ്സും ആയിരിക്കും കേട്ടോ. അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും പീസസ് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇതൊക്കെ നമുക്ക് വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. കാരണം ഇതിനകത്തൊക്കെ ലിമിറ്റഡ് പീസസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ വെബ്സൈറ്റിലേക്ക് കൊടുക്കുന്നില്ല. ഇത് വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്താൽ മതി. സ്ക്രീൻഷോട്ട് ഇട്ടാൽ മതി നമ്മുടെ താഴെ കൊടുത്തിരിക്കുന്ന ആ വാട്സപ്പ് നമ്പറിലേക്ക്. അപ്പോൾ നമ്മൾ നമ്മുടെ ചാനലൊക്കെ കാണുന്നവർ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അല്ലെങ്കിൽ ഫോളോ ചെയ്യുകയൊക്കെ ചെയ്യുക. അത് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അവരിൽ നിന്നൊക്കെ നമ്മൾ നറുക്കിട്ട് എല്ലാ മാസവും നമ്മൾ 9 പേർക്ക് ഗിഫ്റ്റ് അയച്ചു കൊടുക്കുന്നുണ്ട്. ഈ മാസത്തെ നറുക്കിട്ടിട്ടില്ല കേട്ടോ. നറുക്കിടുമ്പോൾ ഞാൻ ഇൻഫോം ചെയ്യാം. കാരണം അതിൻ്റെ നറുക്കെടുപ്പ് നടത്തണം. ഈ മോനും കൂടെ വേണം. അപ്പോൾ മോൻ ഇപ്പോൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് അത് നറുക്കിടാത്തത്. ഇട്ട് കഴിയുമ്പോൾ ഉടനെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് വന്നിരിക്കുന്ന ഈ കളക്ഷൻസ് ഏതൊക്കെയാണെന്ന്. നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് എയിൻസ് ബൊട്ടീക്ക് എന്നാണ്. എയിൻസ് ബൊട്ടീക്കിലിടുന്ന എല്ലാ വീഡിയോസും അതിനകത്തിടുന്ന എല്ലാ പോസ്റ്റുകളും എങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ യൂട്യൂബ് എടുക്കുക. നമ്മുടെ ഫോണിൽ യൂട്യൂബിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. യൂട്യൂബിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ഒരു സെർച്ച് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു കണ്ണാടിയുടെ ഷേപ്പിലുള്ള ഒരു സെർച്ച് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് ജസ്റ്റ് എയിൻസ് എന്ന് അടിച്ചു കൊടുത്താൽ മതി. എയിൻസ് എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ ഇവിടെ എയിൻസ് ബൊട്ടീക്ക് എന്ന് വരും. എയിൻസ് ബൊട്ടീക്കിൽ ക്ലിക്ക് ചെയ്തു. എയിൻസ് ബൊട്ടീക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ജസ്റ്റ് എയിൻസ് എന്നുള്ള എംബ്ലത്തിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഓൾറെഡി സബ്സ്ക്രൈബ്ഡ് എന്ന് കിടപ്പുണ്ട്. ആ സബ്സ്ക്രൈബ്ഡ് എന്ന് കിടക്കുന്നതിൻ്റെ ഇവിടെ ഒരു ആരോ മാർക്കുണ്ട്. ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ വരും. ആ ഓൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് കിട്ടും. പിന്നെ നമ്മൾ ഇനി അത് നമ്മൾ എങ്ങനെ എടുക്കണം, എങ്ങനെയാണ് ഈ നോട്ടിഫിക്കേഷൻ എവിടെയാണ് വരുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മൾ അത് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഹോം പേജിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഹോം എന്നുള്ള ഇവിടെ ഒരു താഴെ കാണുന്ന ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ മുകളിലൊരു ബെൽ ബട്ടൺ കാണും. ആ ബെൽ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് എയിൻസ് ബൊട്ടീക്ക് അപ്ലോഡഡ് ചുരിദാർ മെറ്റീരിയൽസ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റായിട്ട് നമ്മൾ വീഡിയോസിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇത്രയും ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മളിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ എല്ലാ വീഡിയോസും നമുക്ക് കാണാനായിട്ട് പറ്റും. താങ്ക് യു. ഫസ്റ്റ് വരുന്നത് നമുക്കൊരു മെറൂൺ ഷെയ്ഡിൽ ഒരു നോയൽ കോട്ട മെറ്റീരിയൽ ആട്ടോ. നല്ല മെറ്റീരിയലാണ്. ഇതൊക്കെ നമുക്ക് ഡെയിലി യൂസിനൊക്കെ ഉപയോഗിക്കാനായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. വാഷ് ചെയ്ത് ഉപയോഗിക്കാം. 1390 ഇതിന് റേറ്റും ഉള്ളൂ. ഇതിനകത്ത് ഇത് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാട്ടോ. വിത്ത് ലൈനിങ്ങും ഉണ്ട് ഇതിന്. ദുപ്പട്ട വരുമ്പോൾ ദുപ്പട്ടയിലും ഇതേപോലെ എംബ്രോയ്ഡറി വർക്ക്, വൺ സൈഡ് ഇതേപോലെ കോൺട്രാസ്റ്റ് എംബ്രോയ്ഡറി വർക്കും ബോഡിയിൽ ചെറിയ സെയിം ടോണിൽ വരുന്ന എംബ്രോയ്ഡറി വർക്കും ഉണ്ട്. 1390 ഇതിൻ്റെ റേറ്റ് വരുന്നത്. അടുത്തത് വരുന്നത് അതിൻ്റെ ഒരു മെറ്റാലിക് റസ്റ്റോൺ. ഇതാണ് അതിൻ്റെ മെറ്റാലിക് റസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പറയുമ്പോൾ അങ്ങനെയൊക്കെ പറയും. അല്ലെങ്കിൽ പറയുമ്പോൾ നമ്മുടെ ഇരുമ്പിൽ തുരുമ്പെടുക്കുമ്പോൾ വരുന്ന ഒരു ചെറിയൊരു കളറില്ലേ, ആ ഒരു കളറിനാണ് ഈ പറയുന്നത് കേട്ടോ. അടുത്തത് വരുന്നത് ഒരു കോട്ട മെറ്റീരിയൽ കേട്ടോ. ഇതൊന്നും കോട്ടൺ അല്ല കേട്ടോ. കോട്ട മെറ്റീരിയൽ. ഇതിൻ്റെയൊക്കെ റേറ്റ് എത്രയാണ്? കോട്ട മെറ്റീരിയലിൽ ഇത് 1650. ഇതിൻ്റെ കണ്ടോ ലോവർ പോർഷനിൽ ഇതേപോലെ കട്ട് വർക്ക് വന്നിട്ടുണ്ട്. നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ടോണാണ്. വൺ സൈഡും ഇതുപോലെ ദുപ്പട്ടയുടെ വൺ സൈഡും ഇതുപോലെ കട്ട് വർക്കാണ് വന്നിരിക്കുന്നത്. ബോട്ടം ഗ്രീനിൽ തന്നെ വരുന്ന ബോട്ടം. കോട്ട മെറ്റീരിയലാണ്. ഒക്കെ വാഷ് ചെയ്ത് നമുക്ക് ഡെയിലി യൂസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ്. നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ്. ഇതിനകത്ത് ദുപ്പട്ടയിലും ബോഡിയിലും സെൽഫ് വർക്കും വന്നിട്ടുണ്ട് കേട്ടോ. അടുത്തത് വരുന്നതും കോട്ട മെറ്റീരിയലിൽ തന്നെ നല്ലൊരു മെറൂൺ ഷെയ്ഡ്. അതിൻ്റെ ബോഡിയിൽ കണ്ടോ ഇതേപോലെ ഒരു വർക്ക് വന്നിട്ട് ലോവർ പോർഷനിലും വർക്കുണ്ട്. 1450 ഇതിൻ്റെ റേറ്റ് വരുന്നത്. കോട്ട സിൽക്ക് മെറ്റീരിയലാണ്. ദുപ്പട്ടയിലും ഇതേപോലെ ഓൾ ഓവർ ദ ബോഡിയിൽ വർക്ക് വരും. കോട്ടൺ സിൽക്കിൽ വരുന്ന ബോട്ടം. മെറൂൺ അങ്ങനെ ഒരു ഭയങ്കര ഡാർക്ക് മെറൂൺ അല്ല കേട്ടോ. അല്പം ഒരു റെഡ് ചേർന്നിട്ടുള്ള മെറൂൺ ഇല്ലേ, അങ്ങനത്തെ ഷെയ്ഡ്. നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ് ഇതൊക്കെ. അടുത്തത് വരുന്നത് ഒരു ഓഫ് വൈറ്റ്, ഒരു ലൈറ്റ് ക്രീം അങ്ങനെ പറയാം, അതേപോലെയുള്ളൊരു ഷെയ്ഡ്. ഇതിൻ്റെ റേറ്റ് വരുന്ന 1290. അതിൻ്റെ കണ്ടോ യോക്കിൽ ഇതേപോലെ ഒരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയ്ഡറി വന്നിട്ടുണ്ട്.
ഒരു ഓഫ് വൈറ്റ് ക്രീം അങ്ങനെ ഒരു ഷെയ്ഡാണ് അല്ലേ, ക്രീം എന്ന് പറയാനും പറ്റില്ല, ഒരു ഓഫ് വൈറ്റ്. ഇതേ ദുപ്പട്ട എന്ത് രസമാണെന്ന് നോക്കിയാൽ, നല്ല ബ്യൂട്ടിഫുൾ ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വന്നിരിക്കുന്ന ദുപ്പട്ട. ഇതൊക്കെ കോട്ട മെറ്റീരിയലാണ് കേട്ടോ, വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്ന സെറ്റ്സാണ് ഇതെല്ലാം. അടുത്തത് വരുന്നത് നല്ലൊരു ബ്ലൂ അല്ലേ, ബ്ലൂ ഷെയ്ഡ്. ഇത് എന്നാ ബ്ലൂ ഇത്, ഒരു ഡിഫറെൻറ്റ് ബ്ലൂ. അതിനകത്ത് കണ്ടോ ഇതേപോലെ ഒരു വർക്ക് വന്നിട്ടുണ്ട്, ക്രോസ് സ്റ്റിച്ച്. ഇതാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത്. ഒരു സീ ബ്ലൂ, അതിൻ്റെ ഒക്കെ അല്പം കൂടെ ഡാർക്കായിട്ടുള്ള പോലെയുള്ളൊരു ഷെയ്ഡ്. അടുത്തത് വരുന്നത് ബ്ലാക്കിൽ ഇതേപോലെ ഇത് ജെറ്റ് ബ്ലാക്ക് ടോൺ ആട്ടോ, നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ്. 1150 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതേപോലെ ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വന്നിട്ടുണ്ട്, കോട്ട മെറ്റീരിയലാണ്. ഇതാണ് ദുപ്പട്ട വരുന്നത്. ദുപ്പട്ടയിലും ഇതുപോലെ എംബ്രോയിഡറി വർക്ക് ആൻഡ് ബോട്ടം. അടുത്തത് വരുന്നതും കോട്ട മെറ്റീരിയലിൽ തന്നെ ഓൾ ഓവർ ദ ബോഡിയിൽ ഇതേപോലെ എംബ്രോയിഡറി വർക്ക് വരും. 1290 ആണ് റേറ്റ് വരുന്നത്. ഇത് വരും മെറൂണിഷ് ടോണാണ്, അല്പം ഡാർക്ക് മെറൂൺ അല്ല, അല്പം ഒരു റെഡിഷ് മെറൂൺ ടോണാണ് കേട്ടോ. ഓൾ ഓവർ ദ ബോഡിയിൽ ഇങ്ങനെ ഇതേപോലെ സെൽഫ് ടോണിലുള്ള വർക്കും കോൺട്രാസ്റ്റ് വർക്കും വരും. നമുക്കൊരു ഡെയിലി വെയറിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല നല്ല സെറ്റുകളാട്ടോ. ചെറിയൊരു പാർട്ടി വെയറൊക്കെ ആയിട്ട് ഉപയോഗിക്കണമെങ്കിലും ഉപയോഗിക്കാം. നല്ല ഭംഗിയുള്ളത്, നല്ലൊരു പർപ്പിൾ ഷെയ്ഡ്, നല്ല ബ്യൂട്ടിഫുൾ വർക്കും നല്ല കളറുമാണ് ഇതൊക്കെ വന്നിരിക്കുന്നത്. ഇതാണ് ദുപ്പട്ട വരുന്നത്. സെയിം ടോണിൽ വരുന്ന ബോട്ടം അറ്റാച്ച്ഡ് ആണ് കേട്ടോ. ഇതിനകത്ത് തന്നെ സെയിം ടോണിൽ വരുന്ന ബോട്ടം ഉണ്ട്. അടുത്തത് വരുന്നത് ഒരു ഗ്രേ ബ്രൗൺ ചേർന്നിട്ടുള്ളൊരു ഷെയ്ഡ്. ഇതൊരു നോയൽ കോട്ട മെറ്റീരിയലാണ്. അതിൻ്റെ യോക്കിൽ കണ്ടോ ഇതേപോലെ നല്ല ബ്യൂട്ടിഫുൾ ഒരു എംബ്രോയിഡറി വർക്ക്. ഇതിനകത്ത് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാട്ടോ. 1480 ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത്. ദുപ്പട്ടയിലും ഇതേപോലെ തന്നെ ഒരു ഗ്രേ ബ്രൗൺ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു ടോൺ, ഇതേപോലെയാണ് വർക്ക് വരുന്നത്. നോയൽ, അതായത് ഈ നോയൽ കോട്ട എന്ന് പറയുമ്പോൾ മെറ്റീരിയൽ ഇങ്ങനെ കോട്ടയുടെ ഇതേപോലെയുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ. നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. 1480 വിത്ത് ലൈനിങ് ആണ് ഇത്. എല്ലാം വിത്ത് ലൈനിങ് അല്ല, ചിലതൊക്കെയാണ് വിത്ത് ലൈനിങ് ഉള്ളൂ. അടുത്തത് വരുന്നത് ഒരു ലൈറ്റ് ഗ്രേ ടോണിൽ 1290 ഇതിൻ്റെ റേറ്റ്. ഇതിൻ്റെ യോക്കിൽ കണ്ടോ ഇതേപോലെ ഒരു ഹാൻഡ് വർക്കും കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ബോഡിയിൽ ഒരു സെൽഫ് പ്രിൻറ്റും വന്നിട്ടുണ്ട്. ദുപ്പട്ട കണ്ടോ, ഇതാണ് ദുപ്പട്ടയുടെ പാറ്റേൺ വരുന്നത്. ദുപ്പട്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ഇതാണ്. ഇത് ലൈനിങ്ങും ഉണ്ടല്ലേ, വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ്. ബോട്ടം ആൻഡ് ലൈനിങ് അറ്റാച്ച്ഡ്. അടുത്തത് വരുന്നത് ഒരു ലൈറ്റ് പർപ്പിൾ ഇതൊരു പർപ്പിൾ ബ്ലെൻഡ് ആയിട്ടുള്ള കണ്ടോ, ഒരു ഗ്രേയും പർപ്പിളും കൂടെ ചേർന്ന ഒരു ലൈറ്റർ ടോണാണ് കേട്ടോ. ഇതും നോയൽ കോട്ടയിൽ വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1280 കണ്ടോ. ദുപ്പട്ട വരുമ്പോൾ ഇതേപോലെ ബ്യൂട്ടിഫുൾ എംബ്രോയിഡറി വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന ദുപ്പട്ട 1280. ഇതാണ് എൻ്റെ ബോട്ടം വരുന്നത്. സെയിം ടോണിൽ തന്നെ വരുന്ന ബോട്ടം 1280. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ. സെയിം ആണോ? ഓക്കെ. ഒരു പീസും കൂടെ ഉണ്ട് കേട്ടോ. ഇപ്പം കണ്ടുപിടിച്ചുകൊണ്ട് വന്നതാണേ, അതുകൂടെ കാണിക്കാം. സെയിം മെറ്റീരിയലിൻ്റെ തന്നെ സെയിം കളറ്. അതിൻ്റെ ഡിസൈനിൽ ഡിഫറൻസ് ഉണ്ട് കണ്ടോ, ഇങ്ങനെ വരും ഡിസൈൻ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1390. ഒരു കണ്ടോ, ഒരു ലൈറ്റ് പർപ്പിൾ ഗ്രേ ചേർന്നിട്ടുള്ളൊരു ഷെയ്ഡ്. ഇതിൻ്റെ കളറ് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് കറക്റ്റായിട്ട്? ഞാൻ ഒന്നുകൂടെ ഇതായിട്ടിടാം കണ്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡസ്റ്റി ടോണാണ് കേട്ടോ, നല്ല രസമുണ്ട്. ഇതാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത് കണ്ടോ. ഇതൊക്കെ നല്ല ലാസ്റ്റ് ചെയ്യണ മെറ്റീരിയലാട്ടോ. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ചുരിദാറിൻ്റെ കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുക. പുതിയ കളക്ഷൻസുമായി നമുക്ക് വീണ്ടും കാണാം. ചിൽ ദെൻ ബൈ, ടേക്ക് കെയർ.